കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അധ്യാത്മരാമായണം നമ്മളെ യുദ്ധകാണ്ഡത്തിലത്തെ 2ാം സർഗത്തിലത്തെ 23 ശ്ലോകം നമ്മൾ ചെയ്തു. അതിൽ ഇപ്പം നമ്മൾ ചെയ്യണത് രാവണനോട് വിഭീഷണൻ്റെ ഉപദേശമാണ്. കുംഭകർണൻ പറഞ്ഞത് കേട്ടില്ലല്ലോ, അത് നമ്മൾ പകുതിയൊക്കെ നിർത്തിയത്. അപ്പം നമ്മൾ നിർത്തിയത് എവിടെ വെച്ചാൽ, ഹേ രാക്ഷസ രാജാവേ, സീത എന്ന് പേരായിട്ടുള്ളൊരു ശക്തിയേറിയിട്ടുള്ളൊരു ഭൂതം അങ്ങേ പിടിച്ചു എന്ന്. സീതാദേവി അല്ല അതിൽ ശരിക്കും ഭൂതം. സീതാദേവിയോടുള്ള രാവണൻ്റെ കാമപാരവശ്യം അങ്ങയെ നശിപ്പിക്കുന്ന ഒരു മഹാഭൂതത്തിന് തുല്യമാണെന്ന് അങ്ങ് അറിയണം. ആ ഭൂതത്തിൻ്റെ പിടിയിൽ നിന്ന്, അതായത് കാമപാരവശ്യമാകുന്ന സീതയോടുള്ള കാമപാരവശ്യമാകുന്ന ഭൂതത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് അങ്ങ് മോഹമുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സീതയെ കൊണ്ടുപോയി ആ രാമൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ച് തെറ്റ് പറഞ്ഞാൽ ഭഗവാൻ അങ്ങേ കൊല്ലില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ മരണം നിശ്ചയമാണെന്ന് പറഞ്ഞു. അത്ര ഉറപ്പിച്ച് പറഞ്ഞു അല്ലേ. 24 യാവന്ന രാമസ്യ സിതാഃ ശിലീമുഖാ ലങ്കാമഭിവ്യാപ്യ ശിരാംസി രക്ഷസാം ഛിന്ദന്തി താവദ്രഘുനായകസ്യ ഭോസ്താം ജാനകീം ത്വം പ്രതിദാതുമർഹസി. രാമൻ്റെ ശിതാഹ ശിലീമുഖഃ, ആ മൂർച്ചയുള്ള ബാണങ്ങളുണ്ടല്ലോ, അമ്പുകൾ, ലങ്കാം അഭിവ്യാപ്യ, ലങ്കയിൽ മുഴുവൻ നിറയും രാമൻ്റെ ആ കൂർത്ത അമ്പുകൾ. രാക്ഷസന്മാരുടെ ശിരാംസി, എല്ലാവരുടെ ശിരസ്സുകളെയും യാവദ്ന ചിന്തന്തി, എപ്പോൾ ഛേദിക്കില്ലയോ അപ്പോൾ ഭോഹേ ത്വം അങ്ങുന്ന് താം ജാനകിം, ആ ജനകപുത്രിയെ പ്രതിദാതും തിരിച്ചു കൊടുത്തോളൂ. അർഹസി മീൻസ് തിരിച്ചു കൊടുക്കാൻ അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഹേ എൻ്റെ ജ്യേഷ്ഠ സഹോദര, അല്ലേ ഏട്ടനല്ലേ ഏട്ടാ, കൂർത്ത രാമബാണങ്ങൾ ലങ്കയിൽ സർവഭാഗത്തും ഒറ്റ സമയത്ത് എല്ലാവരെയും കൊല്ലും. സകല രാക്ഷസന്മാരുടെയും തലയെ മുറിച്ചിടും. ഈ നാശം അങ്ങക്ക് നേരിടണ്ട എന്നാണ് ആഗ്രഹമെങ്കിൽ, ഈ നാശം ഉണ്ടാകുന്നതിന് മുമ്പേ ഭഗവാന്റെ പത്നിയായിട്ടുള്ള സീതാദേവിയെ ലങ്കയുടെ നാശത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ സീതയെ ലങ്ക നശിപ്പിക്കാനാണ് ഇപ്പം അങ്ങ് കൊണ്ടുവന്നത് ഇവിടേക്ക്. അത് ഒഴിവാക്കണച്ചാൽ ആ ജനകപുത്രിയെ തിരികെ രാമന് കൊടുക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. അർഹസി പറഞ്ഞില്ലേ, ജാനകീം ത്വം പ്രതിദാതും അർഹസി, ജാനകിയെ മടക്കി കൊടുക്കുന്നതിന് അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങ് ഈ ലങ്കയുടെ നാശത്തിനായിട്ടാണ് അപ്പം ആ ജനകപുത്രിയെ കൂട്ടിക്കൊടുന്നത്. ആ നാശം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ ജനകപുത്രിയെ തിരിച്ചു കൊടുക്കൂ, അതാണ് അങ്ങയുടെ ധർമ്മം എന്ന് പറഞ്ഞു. ഇതിലധികം എങ്ങനെ പറയാം, യാവന്ന രാമസ്യ സിതാഃ ശിലീമുഖാ ലങ്കാമഭിവ്യാപ്യ ശിരാംസി രാക്ഷസാം ഛിന്ദന്തി താവദ് രഘുനായകസ്യ ഭോസ്താം ജാനകീം ത്വം പ്രതിദാതുമർഹസി. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ഹിതകാരികൾ നമുക്ക് അപ്പം എന്താ സന്തോഷമാവുക വെച്ചാൽ അതല്ല പറയുക. നമ്മുടെ ഭാവി നന്മയ്ക്ക്, അല്ലെങ്കിൽ ഇറ്റേണലി ഗുഡ് എന്ന് പറയും, എന്നും നമുക്ക് നന്മ മാത്രം വരുന്ന കാര്യങ്ങൾ നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ് നമ്മുടെ വെൽവിഷേഴ്സ് ഓർ ഹിതകാരികൾ. ഇപ്പം ഇവിടെ നമുക്കത് കാണാം. ആ ദുർമന്ത്രിമാരൊക്കെ വേഗം രാവണനെ പുകഴ്ത്തി അവനവൻ്റെ കേമത്തം പറഞ്ഞു, ഞങ്ങളിപ്പം പോയി കൊന്നുവരാം, അങ്ങേ ജയിക്കാൻ ആരാളുള്ളത്, ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞു. യാഥാർത്ഥ്യം അതല്ല. ഭഗവാൻ
വിഷ്ണുവിനെ അവതാരെടുത്ത് വന്നതാണ്, സർവശക്തനാണ്. അതൊക്കെ രാവണനെ കൊന്നിരിക്കും എന്നുള്ളത് ആ യാഥാർത്ഥ്യം. അവർക്കും ഭയങ്കര പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം രാവണനെ പ്ലീസ് ചെയ്യാൻ പറയുകയാണ്, പ്രീതിപ്പെടുത്താനേ. അപ്പോൾ അതാണ് വ്യത്യാസം. കുംഭകർണൻ പറഞ്ഞു ഇത് അങ്ങയുടെ നാശത്തിനാണ്, കൊടുക്കൂ പറഞ്ഞു. വിഭീഷണൻ ഇപ്പോൾ വളരെ വിസ്തരിച്ച് പറയണു. അപ്പോൾ ഇവരൊക്കെ, അതായത് ഹിതകാരികളെ, വെൽവിഷേഴ്സ് എപ്പോഴും അവരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്, അല്ലാതെ തൽക്കാലം ആഗ്രഹിക്കണമല്ല. അച്ഛനമ്മമാരങ്ങനെയല്ലേ കുട്ടികളോടൊക്കെ നമ്മളെ അരുതെന്ന് പറയണത്. ആ തൽക്കാലം അവർക്ക് ദുഃഖമാണെങ്കിലും അല്ലെങ്കിൽ തൽക്കാലം അവർക്ക് സങ്കടം തോന്നിയാലും അവരുടെ ഭാവി നന്മയ്ക്ക് അതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടില്ലേ നമ്മൾ ചെയ്യണത്. അതുപോലെ എല്ലാ ഹിതകാരികളും, ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, അയാൾക്കപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എന്നോട് ദേഷ്യമാവൊന്നും അവർക്ക് വിചാരമില്ല. അതായത് ഇപ്പോൾ കുംഭകർണനും വിഭീഷണനും എന്നോട് ദേഷ്യമായാലോ രാവണന് ഏട്ടനെന്നല്ല വിചാരം, ഏട്ടന് നന്മ വരണം എന്നാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് ജീവിതത്തിൽ പകർത്താണ്ടതും, നമുക്ക് ബാക്കിയുള്ളവർ നമ്മളോട് പറയുമ്പോൾ മനസ്സിലാക്കി അതിനെ വിവേകത്തോടു കൂടി നമ്മളതിനെ അംഗീകരിക്കാനും, വല്ലവരും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണോ, അതോ ഇത് വേറൊരാൾ മറ്റു തരത്തിൽ പറഞ്ഞു വെച്ചാൽ ഇതേതാണ് നമുക്ക് എടുക്കേണ്ടതെന്നുള്ള വിവേകത്തോടു കൂടി അതിനെ വീക്ഷിക്കണം എന്നൊക്കെ നമുക്ക് വലിയ വലിയ പാഠങ്ങളാണ് ഇതിന്ന് കിട്ടണം, അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത് വെച്ചാൽ, അങ്ങയുടെ ധർമ്മം സീതയെ രാമന് തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. ഇനി 25. യാവന്നഗാഭാഹ കപയോ മഹാബല ഹരീന്ദ്രതുല്യ നഖദംഷ്ട്രയോധിന ലങ്കാം സമാക്രമ്യ വിനാശയന്തി തേ താവദ്രുതം ദേഹി രഘൂത്തമായ താം. നഗാഭാഹ മീൻസ് എന്താണ്? പർവ്വതന്മാർക്ക് തുല്യന്മാരും, അത്ര വലുത് പിന്നെ കുറഞ്ഞ വാനന്മാരെ പർവ്വത തുല്യന്മാരും, മഹാബലാഹ ബലശാലികളും, വലിയ ബലശാലികളും, ഹരീന്ദ്രതുല്യം സിംഹത്തിനോട് തുല്യമായവരും, നഖദംഷ്ട്രയോധിന നഖങ്ങളും ദംഷ്ട്രങ്ങളും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരുമായ തേ കപയ ആ വാനരന്മാർ ലങ്കാം സമാക്രമ്യ ലങ്കയെ ആക്രമിച്ചിട്ട് യാവത് ന വിനാശയന്തി എപ്പോൾ നിശേഷം നശിപ്പിക്കാതിരിക്കണം എന്ന അങ്ങക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നശിപ്പിക്കാതെ താവത് ദ്രുതം അങ്ങനെ അവരാൽ ലങ്ക നശിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹം അങ്ങക്ക് ഇല്ലെങ്കിൽ, നശിച്ചോട്ടെ എന്നാണെങ്കിൽ തിരക്കിടില്ല, അങ്ങനെ ലങ്കയും അങ്ങയുടെ രാക്ഷസന്മാർ നശിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ താവത് ദ്രുതം ഇപ്പം തന്നെ വേഗം താം അവളെ, അതായത് ജാനകി ദേവിയെ, രഘൂത്തമായ രാമചന്ദ്ര ഭഗവാന് ദേഹി കൊടുത്തോളൂ എന്ന്. എന്താ പറയുക വെച്ചാൽ, പർവ്വതം പോലെ വലിയ ശരീരമുള്ളവരും മഹാബലവാന്മാരും സിംഹതുല്യായിട്ടുള്ള പരാക്രമമുള്ളവരും നഖങ്ങളും ദംഷ്ട്രകളും യുദ്ധത്തിൽ ആയുധമാക്കാൻ കഴിവുള്ളവരുമായിട്ടുള്ള ഈ വാനരന്മാർ ലങ്കയിൽ പ്രവേശിക്കും, ഈ ലങ്കയെ സമൂലം നശിപ്പിക്കും. ഈ ഒരു ആപത്ത് ലങ്കാവാസികൾ അനുഭവിക്കേണ്ടി വരുന്നതിന് മുമ്പ് ഈ ആപത്തിന് കാരണം എന്താണ്? സീതയെ ഇങ്ങോട്ട് അപഹരിച്ചു കൊടുന്നത്. അതുകൊണ്ട് ഈ ആപത്തിന് മൂലകാരണമായിട്ടുള്ള ആ സീതാദേവിയെ വേഗം അങ്ങക്ക് ഈ നാശം കാണണ്ടെങ്കിൽ, ഈ മൂലത്തോടെ എല്ലാം സമൂലം നശിപ്പിക്കുന്ന ഈ രാക്ഷസന്മാരെ ലങ്ക നശിപ്പിക്കണത് കാണണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ആ ആപത്ത് വരാൻ പോണു. ആ ആപത്തിന് കാരണമായിട്ടുള്ള സീതാദേവിയെ വേഗം ശ്രീരാമന് കൊണ്ട് തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. യാവന്നഗാഭാഹ കപയോ മഹാബലാ ഹരീന്ദ്രതുല്യ നഖദംഷ്ട്രയോധിന ലങ്കാം സമാക്രമ്യ വിനാശയന്തി തേ താവദ്രുതം ദേഹി രഘൂത്തമായ താം. ജീവന്ന രാമേണ വിമോക്ഷ്യസേ ത്വം ഗുപ്തസുരേന്ദ്രൈരഭിശങ്കരേണ ന ദേവരാജാംഗഗതോ ന മൃത്യോഃ പാതാളലോകാൻ അഭിസംപ്രവിഷ്ടഃ. സുരേന്ദ്രൈഹി മീൻസ് ഇന്ദ്രനാലും, അതായത് ദേവന്മാരാലും, ശങ്കരേണ ശിവനാലും, ഗുപ്തഃ അപി അതായത് ഗോപനം ചെയ്യപ്പെട്ടവനായാലും,
ദേവരാജാംഗഗത അഭി, ദേവരാജൻ്റെ മടിയിലിരിക്കുന്നവനായാലും, മൃത്യോഹോ അംഗഗത അഭി, അതായത് മൃത്യുദേവൻ്റെ മടിയിലിരിക്കുന്നവനായാലും, പാതാളലോകങ്ങളെ സംപ്രവിഷ്ട അഭി, പ്രവേശിച്ചവനായാലും, ത്വം അങ്ങുന്ന് രാമനാൽ ജീവൻ ന വിമോക്ഷസേ, ഒരിക്കലും ജീവൻ ജീവിക്കുന്നവനായിട്ട് തിരിച്ചു പോവില്ല. എന്താ പറയുക വെച്ചാൽ, രാമനെതിരായിട്ട് അങ്ങയെ, അതായത് അങ്ങയ്ക്ക് വലിയ ശക്തിയുണ്ട്, അവനവന് ശക്തിയുണ്ട്, പിന്നെ രാമനെതിരായിട്ട് അങ്ങയെ സഹായിക്കാൻ ആര് തന്നെ വന്നാലും രാമൻ്റെ കയ്യിൽ നിന്ന് അങ്ങയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് പറയണത്. അതാണ് വിസ്തരിച്ച് പറയണത്. രാമനെതിരായിട്ട് നിൽക്കുമ്പോൾ അതായത് യുദ്ധം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ രാമനെതിരായിട്ട് നിൽക്കണ സമയത്ത് അങ്ങയെ സഹായിച്ച് രക്ഷിക്കാൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഒരുവൻ ഉണ്ടാകും എന്നുള്ള വല്ല പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചോളൂ. രാമനെതിരായിട്ട് നിൽക്കാൻ അങ്ങയെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലേ ഉണ്ടെങ്കിൽ അത് വിട്ടോളൂ. എന്താ വെച്ചാൽ, ദേവേന്ദ്രനാലോ സാക്ഷാൽ ശിവനാലോ ദേവേന്ദ്രനാൽ രക്ഷിക്കപ്പെടുന്നവനാണെങ്കിലും, ശിവനാൽ രക്ഷിക്കപ്പെടുന്നവനാണെങ്കിലും, അതായത് ദേവേന്ദ്രൻ്റെ മടിയിലിരിക്കുന്ന ആളാണെങ്കിലും, മൃത്യുദേവൻ്റെ കാലൻ്റെ മടിയിലിരിക്കുന്നവനാണെങ്കിലും, രാമൻ അങ്ങയെ, ഈ രാമൻ്റെ പത്നിയെ അപഹരിച്ച അങ്ങയെ ജീവനോടുകൂടി വിട്ടയക്കും എന്നുള്ള പ്രതീക്ഷ വേണ്ട. ഈ ലോകം വിട്ടുപോയി എവിടെയെങ്കിലും പോയി രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും വേണ്ട. എന്താ വെച്ചാൽ, പാതാള ലോകത്തിൽ പോയി പ്രവേശിച്ചാലും രാമൻ്റെ ബാണങ്ങൾ അവിടെ എത്തി നിന്നെ വധിക്കും. രാമൻ ആ ദേവേന്ദ്രൻ്റെയും ദേവന്മാരുടെയും ദേവനാണ്, ദേവാധിദേവനാണ്. പിന്നെയോ മൃത്യുവിൻ്റെ മൃത്യുവാണ്, കാലൻ്റെയും കാലനാണ്, മൃത്യുവിൻ്റെ മൃത്യുവാണ്. പറയൂലോ, സർവ്വലോകത്തിലും എപ്പോൾ വേണമെങ്കിൽ എത്താനും സർവവ്യാപിയുമാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. അതുകൊണ്ട് രാമൻ്റെ പാതാരവിന്ദത്തിൽ സീതയെ സമർപ്പിച്ച് ശരണം പ്രാപിക്കല്ലാതെ വേറൊരു മാർഗം ഇല്ല എന്ന് മനസ്സിലാക്കണം. അത് ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു എന്ന് തന്നെ പറയേണ്ടതില്ല. നോക്കുമല്ലേ, എന്താ പറഞ്ഞാൽ, രാമനെതിരായിട്ട് വല്ലവരും എന്നെ സഹായിക്കും, എനിക്ക് ഇന്നാളുണ്ട്. ശിവനെയൊക്കെ ശിവഭക്തനാണ്, ശിവനൊക്കെ എന്നെ ഒന്ന് സഹായിക്കുന്നു വേണമെങ്കിൽ ആ പ്രതീക്ഷ വേണ്ട. എന്താ വെച്ചാൽ, ദേവേന്ദ്രൻ്റെ മടിയിലിരിക്കണ ആണെങ്കിൽ പോലും, ദേവേന്ദ്രനെ സഹായിച്ചാലും ദേവേന്ദ്രൻ്റെ മടിയിൽ രക്ഷിച്ചിരുത്തുകയാണെന്ന് വെച്ചാലും, ശിവൻ രക്ഷിച്ച് ഇരുത്തുകയാണെങ്കിലും, ഇനിയിപ്പോൾ പാതാളത്തിലോ വല്ല ലോകത്തിലും പോയിരിക്കുകയാണെങ്കിലും ഒന്നും കാര്യമില്ല. ഭഗവാൻ എന്താ പറയുക, സർവവ്യാപിയാണ്. എവിടെയും എത്തും ഭഗവാന്റെ അമ്പുകൾ. എവിടെ ഇന്നാലും ഈ സീതയെ മടക്കി കൊടുത്തില്ലെങ്കിൽ, സീതയെ തിരിച്ചു കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം നിനക്ക് എവിടെ ഇരുന്നാലും രക്ഷയില്ല, നിൻ്റെ ജീവനെ എടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ രാമൻ്റെ പാതാരവിന്ദത്തിൽ സമർപ്പിച്ച് ശരണാഗതി അടയൂ, അതല്ലാതെ നിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ല എന്ന് തുറന്ന് പറഞ്ഞു അല്ലേ. ജീവന്ന രാമേണ വിമോക്ഷസേത്വം ഗുപ്ത സുരേന്ദ്രൈരവി ശങ്കരേണ. അവരൊളിപ്പിച്ചു വച്ചാലും, ഗുപ്ത എന്ന് പറഞ്ഞില്ലേ, അതായത് ദേവേന്ദ്രനും ശിവനും അങ്ങേ ഒളിപ്പിച്ചു വച്ചാലും, എന്നാ ദേവരാജാംഗഗതോന്ന മൃത്യോ, ദേവേന്ദ്രൻ്റെ മൃത്യുദേവൻ്റെയോ മടിയിലിരുന്നാലും പാതാളലോകാനപി സംപ്രവിഷ്ട, പാതാള ലോകത്തിലായാലും കാര്യമില്ല എന്ന്. അതായത് ദേവേന്ദ്രൻ്റെയും ദേവനാണല്ലോ ഭഗവാൻ, പിന്നെയോ മൃത്യുവിൻ്റെ മൃത്യുവാണ് അല്ലേ. മൃത്യുവിനും കൂടി മൃത്യുണ്ട്, കാലനും കൂടിയും ഭഗവാന്റെ പിന്നെ അധീനത്തിലാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താ വെച്ചാൽ ഭഗവാന്റെ, അതായത് നമുക്കും അതെ, ഈ ശ്ലോകത്തിൽ നോക്കി വെച്ചാൽ ഭഗവാന്റെ ശക്തി അല്ലാണ്ട് ഈ ലോകത്തിൽ വേറൊരു ശക്തി ഇല്ല. ആ ഭഗവത് ശക്തിയെ മാത്രം നമിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്കുള്ള ഉപദേശം അതാണ്. ഈ ഭഗവാൻ
സർവവ്യാപിയാണ്, സർവശക്തനാണ്. ആ ഭഗവാനെ ശരണാഗതി അടഞ്ഞോളൂ. വേറെ ഒരു ശക്തിക്കും നിങ്ങളെ ഒരാപത്തുനിന്നും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയാനും കൂടിയാണ് ഇത്ര വിസ്തരിച്ച് വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരണം. സർവജ്ഞനും സർവവ്യാപിയും സർവദേവതമാരുടെ നിയന്താവുമായിട്ടുള്ള ഭഗവാനെ നിങ്ങൾ ആശ്രയിക്കൂ. വേറൊരാൾക്കും നിങ്ങളെ ഒരാപത്തിൽ നിന്നും കരകയറ്റാൻ സാധിക്കില്ല എന്ന് നമ്മളോട് പറയുന്നതാണ് അല്ലേ. ശുഭം ഹിതം പവിത്രം ച വിഭീഷണവച ഖലഃ പ്രതിജഗ്രാഹ നൈവാസൗ മ്രിയമാണ ഇവൗഷധം. ശുഭം അതായത് ശ്രേയസ്കരമായിട്ടുള്ളതാണ് പറയണത്. ഹിതം നന്മ അല്ലേ നൽകുന്നവനും പവിത്രം പരിശുദ്ധവുമായ വിഭീഷണവച വിഭീഷണൻ്റെ വാക്കുകളെ നിമ്രിയമാണ് മരിക്കാറായവന് ഔഷധം ഇവ ഔഷധത്തെ എന്ന പോലെ ഖല ദുഷ്ടൻ ന ഏവ പ്രതിജഗ്രാഹ സ്വീകരിച്ചില്ല. ഈ ശ്രേയസ്കരവും ആപത്തകറ്റിയിട്ട് നന്മ വരുത്തുന്നതും കാമാദിദോഷങ്ങളുടെ അതായത് ഒരു പരിശുദ്ധവുമായ ഒരു ചീത്ത വികാരങ്ങളുടെ സ്പർശവുമില്ലാത്ത അത്യന്ത ശുദ്ധമായിട്ടുള്ള വിഭീഷണൻ്റെ വാക്യത്തെ ഈ മരിപ്പാനായവൻ അതായത് മരിക്കാൻ റെഡിയായവൻ ഔഷധത്തെ എന്ന പോലെ ദുഷ്ടനായ രാവണൻ സ്വീകരിച്ചില്ല. അതായത് മരിക്കാൻ സമയമായാൽ അവർ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കില്ല, അല്ലെങ്കിൽ മരുന്ന് വേണ്ടാന്ന് പറഞ്ഞു എന്ന് വരാം. അതായത് മരിക്കേണ്ട സമയമായി, ഇനി മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മരുന്ന് സ്വീകരിക്കാത്ത പോലെയാണ് ഇപ്പോൾ ഈ നല്ല ശ്രേയസ്കരവും ഗുണകരവും ആയിട്ടുള്ള പരിശുദ്ധവുമായ വാക്കുകളെ രാവണൻ സ്വീകരിച്ചില്ല. നമുക്ക് അത്ഭുതമില്ലല്ലോ. വിനാശകാലയാണ് വിപരീത ബുദ്ധി. പിന്നെ അപ്പം തോന്നൂല്ല കേൾക്കാൻ. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കണേ. ശുഭം ഹിതം പവിത്രം ച വിഭീഷണവച ഖല പ്രതിജഗ്രാഹ നൈവാസൗ മ്രിയമാണ ഇവൗഷധം. ഇനി 28ഉം 29. കാലേന നോദിതാ ദൈത്യോ വിഭീഷണമഥാബ്രവീദ് മദ്ദത്തഭോഗൈഃ പുഷ്ടാംഗോ മത്സമീപേ വസന്നബി പ്രദീപമാചരത്യേഷാ മമൈവ ഹിതകാരിണ മിത്രഭാവേന ശത്രുർമേ ജാതോ നാസ്ത്യത്ര സംശയ. കാലേന കാലത്താൽ നോദിത ദൈത്യ അതായത് കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ട അസുരൻ അഥ അനന്തരം അസുരൻ രാവണൻ അതിനുശേഷം വിഭീഷണനോട് അബ്രവീത് പറഞ്ഞു. കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ട ഈ അസുരൻ അതായത് മരണകാലം അടുത്തിരിക്കണേ. കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ട ഈ അസുരനായിട്ടുള്ള രാവണൻ വിഭീഷണനോട് എന്താ പറഞ്ഞ്? മദ്ദത്ത ഭോഗേഹി എന്നാൽ ദാനം ചെയ്യപ്പെട്ട അതായത് എൻ്റെ രാജ്യമാണത്, ഞാനാണ് നിനക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ഇപ്പോൾ തരണത്, എന്നാൽ നൽകപ്പെട്ട ഈ സുഖവസ്തുക്കളാൽ പുഷ്ടാംഗ അതായത് തടിച്ച് പുഷ്ടിയുള്ള ശരീരത്തോടു കൂടിയവനും മൽ സമീപേ എൻ്റെ അടുത്ത് വസന്നബി വസിക്കുകയാണെങ്കിലും ഏഷ ഇവൻ ഈ വിഭീഷണനുണ്ടല്ലോ ഹിതകാരിണ മമ ഏവ ഹിതം ചെയ്യുന്ന മമ ഏവ എനിക്കു തന്നെ ഞാൻ വിഭീഷണൻ നന്മ ചെയ്യണ ആളാ. വിഭീഷണൻ നന്മ ചെയ്യുന്ന എന്നെ പ്രദീപം എനിക്ക് വിപരീതമായിട്ട് ആചരതി എനിക്ക് എതിരായിട്ട് നിൽക്കണു. ഞാൻ ഹിതം ചെയ്യുന്ന വിഭീഷണൻ എനിക്ക് അഹിതം ചെയ്യുന്നു എന്ന്. മിത്രഭാവേന മിത്രമെന്ന ഭാവത്തോടെ മേ ശത്രു ജാത എൻ്റെ ശത്രുവായിട്ട് ജനിച്ചവനാകുന്നു. എന്നെ സ്നേഹിക്കണു നടിച്ചിട്ടുള്ള എൻ്റെ ശത്രുവായിട്ടുള്ള കൂടപ്പറപ്പാണെന്ന്. അത്ര സംശയ നാസ്തി, എനിക്കതിൽ സംശയമില്ലാന്ന്. ഈ നാശകാലത്തിൻ്റെ അതായത് നാശിക്കാറായിരുന്നു ആ കാലത്തിൻ്റെ ശക്തിക്ക് അധീനനായിട്ടുള്ള രാവണൻ കാലത്താൽ പ്രേരിതനായിട്ട് എന്താ വിഭീഷണനോട് പറഞ്ഞ്? ഞാൻ നൽകിയ ഭക്ഷണപദാർത്ഥങ്ങൾ അനുഭവിച്ച് തടിച്ച് പുഷ്ടിയോടുകൂടി ഇരിക്കുന്ന ഈ ശരീരത്തോടുകൂടി ഇരിക്കുന്ന എൻ്റെ അരികത്തിരിക്കണ ഈ എന്നാൽ പോറ്റി വളർത്തിയ ഇവൻ
ഹിതകർത്താവായിട്ടുള്ള, അതായത് ഹിതകാരിയായിട്ടുള്ള എനിക്ക് തന്നെ അഹിതം പ്രവർത്തിക്കണം, വിപരീതം. ഞാൻ അവൻ്റെ ഹിതകാരിയാണ്, അവനെ പോറ്റി വളർത്തിയത് ഞാനാണ്, എൻ്റെ ചെലവിലാണ് അവൻ പുഷ്ടിപ്പെടുന്നത്. അങ്ങനെയുള്ള അവൻ എനിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കണു. ബന്ധുവാണെന്ന് നടിച്ചിട്ട്, ബന്ധുവാണ് എന്ന വ്യാജേന എനിക്ക് ജനിച്ചിരിക്കുന്ന എൻ്റെ ശത്രുവാണ് ഇവൻ. ബന്ധുവാണെന്ന് നടിക്കുന്ന കൂടപ്പിറപ്പാണ് ഇവൻ. ഇവന് എൻ്റെ ശത്രു തന്നെയാണ് എന്നതിൽ എനിക്ക് സംശയമില്ല എന്ന് ആണപ്പോൾ പറയാൻ തോന്നിച്ചത്. കാലം, അതായത് ശരിക്കെന്നെ നശിക്കാനുള്ള സമയമായി. അപ്പോൾ നല്ല വാക്കൊന്നും കേൾക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് കാലപ്രേരിതൻ എന്ന് പറഞ്ഞത്. നമ്മൾ പറയൂലോ, ശരിക്കും വിനാശകാലം നമുക്ക് സമയം നന്നല്ലെങ്കിൽ അരുതാത്തൊക്കെ ചെയ്യാൻ തോന്നും, ചെയ്യും. എന്നിട്ട് അങ്ങനെ ശരിക്കും തെറ്റാന്ന് അറിഞ്ഞാൽ പോലും കാലത്തിൻ്റെ, അതായത് നമുക്ക് അനുഭവിക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിക്കും. കാലേന നോദിതാ ദൈത്യോ വിഭീഷണമഥാബ്രവീത് മദ്ദത്തഭോഗൈ പുഷ്ടാംഗോ മത്സമീപേവ സന്നപി. അതായത് ഹിതാണ് പറയണമെന്ന് തോന്നുന്നില്ല, അഹിത പറയണമെന്നാണ് തോന്നണത് ഈ ഹിതം കേൾക്കുമ്പോൾ. അതല്ലേ ഒരു ചീത്തകാലം. ഹിതം ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് അഹിതാണെന്നാണ് തോന്നണത് വെച്ചാൽ ചീത്തകാലം തന്നെ. പ്രദീപമാചരത്യേഷാ മമൈവ ഹിതകാരിണ മിത്രഭാവേന ശത്രുർമേ ജാതോ നാസ്ത്യത്ര സംശയഃ. 30. അനാര്യേണ കൃതഘ്നേന സംഗതിർമേ ന യുജ്യതേ വിനാശമഭികാംക്ഷന്തി ജ്ഞാതീനാം ജ്ഞാതയ സദാ. കൃതഘ്നേന, അതായത് ഉപകാരസ്മരണ ഇല്ലാത്ത ആളെയാണ് കൃതഘ്നൻ എന്ന് പറയുക. അതായത് നമുക്ക് ഉപകാരം ചെയ്തവരെ മറക്കുന്നവരാണ് കൃതഘ്നന്മാരെ. അപ്പോൾ ഉപകാരസ്മരണ ഇല്ലാത്ത, അനാര്യേണ മര്യാദയില്ലാത്തവനോട് സംഗതി, അതായത് ഞാൻ സംഘം, എനിക്ക് സ്നേഹമായിട്ടിരിക്കാൻ വയ്യ, എനിക്ക് ഇവനോട് സംഘം വയ്യാന്ന്. മേ ന യുജ്യതേ, എനിക്ക് യോജിച്ച ഒരു ആളല്ല വിഭീഷണൻ. എന്താ കാരണം വെച്ചാൽ ഉപകാരസ്മരണ ഇല്ലാത്ത മര്യാദ കെട്ടവനാണ്. അതുകൊണ്ട് എനിക്ക് സംഘത്തിന് നന്നല്ല. ജ്ഞാതികളുടെ വിനാശത്തെ സദാ അഭികാംക്ഷന്തി, എപ്പോഴും ആഗ്രഹിക്കുന്നു. അതായത് എല്ലായ്പ്പോഴും ബന്ധുക്കളുടെ മൂലനാശത്തെ ആഗ്രഹിക്കണവരാണെന്ന്. എന്താ കാട്ടുക, അങ്ങനെ തോന്നിയല്ലേ. ഞാൻ ചെയ്ത ഉപകാരത്തെ ഒക്കെ ഇവൻ മറന്നു, ഉപകാരസ്മരണ ഇല്ല ഇവന്. മാത്രമല്ല മര്യാദ ഇല്ല. ഏട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് ഉപദ്രവം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിറക്കാണ് ഇവൻ. ഈ ദുഷ്ടനോടുള്ള ചേർച്ച എനിക്കൊട്ടും നന്നല്ല. ഇവനോടുള്ള സംഘം നല്ല സംഘമല്ല, സത്സംഗമല്ല. എനിക്കിത് ദുസ്സംഗമാണ് ഇവൻ്റെ. കാരണം എനിക്കെതിരായിട്ടാണ് ഇവൻ എല്ലാം പറയണതേ. അപ്പോൾ പറയുകയാണ്, എന്നിട്ട് ബന്ധുക്കളൊക്കെ എല്ലായ്പ്പോഴും അസൂയ ഉണ്ടാവും. അപ്പോൾ സ്വന്തം ബന്ധുക്കളുടെ നാശത്തിനാണ് ആഗ്രഹിക്കണം. അങ്ങനെയുള്ള ഒരുവനാണ് ഇവൻ എന്ന് പറഞ്ഞു. 30 അതുകൂടി വായിച്ച് നിർത്താം. അനാര്യേണ കൃതഘ്നേന സംഗതിർമേ ന യുജ്യതേ, എനിക്ക് യോജിക്കണില്ല എന്ന്. അതായത് ഞാൻ ഇയാളോട് കൂടെ കൂടിയാൽ എനിക്ക് നാശം വരുന്ന വിചാരിക്കണതേ. നേരെ തിരിച്ചാണല്ലോ. പക്ഷെ അതാണ് അഹിതമായിട്ട് തോന്നുക. വിനാശം അഭികാംക്ഷന്തി, എൻ്റെ വിനാശമാണ് ഇവൻ എൻ്റെ നാശം ആഗ്രഹിക്കുന്ന ബന്ധുവാണ് ഇവൻ. പലപ്പോഴും ബന്ധുക്കൾ അങ്ങനെയാണെന്നും പറയുന്നുണ്ട് അല്ലേ. വിനാശം അഭികാംക്ഷന്തി ജ്ഞാതീനാം ജ്ഞാതയ സദാ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെയൊന്നുമല്ല, പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണ് ആര്, ഈ രാവണൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. എന്നിട്ട് 31 നാളെ കണ്ടിന്യൂ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.